ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യരുടെ മോഹങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുള്ള ഒന്നാണ് അധികാരം. പ്രശസ്ത എഴുത്തുകാരൻ എസ്.കെ. പൊറ്റക്കാടിൻ്റെ തലക്കെട്ടു മാഹാത്മ്യം എന്ന കഥയിലൂടെ അധികാരത്തിൻ്റെയും അതിൻ്റെ പ്രതീകമായ ഒരു ചുവന്ന പോലീസ് തൊപ്പിയുടെയും ഒരു ഗംഭീര കഥ നമുക്ക് കാണാം. കഥയിലേക്ക്. രാമൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഇക്കണ്ടൻ നായരും തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നു. രാമൻ നായർ ഒരു കമ്പനിയിൽ ക്ലർക്കാണ്. കണ്ടാലൊരു സാധുവിനെ പോലെയാണെങ്കിലും നല്ല കയ്യൂക്കും മെയ്യൂക്കും കാര്യവിവേകവുമുള്ള ഒരു യുവാവാണ് നമ്മുടെ രാമൻ നായർ. ഇക്കണ്ടൻ നായരാകട്ടെ പോലീസിൽ വളരെ സർവീസുള്ള ഒരാളാണ്. കണ്ടാൽ ഒരു 40 വയസ്സാണ് കാണുന്നതെങ്കിലും വാസ്തവത്തിൽ 46 കഴിഞ്ഞിട്ടുണ്ട്. ഇക്കണ്ടൻ നായരെ വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന രാമൻ നായരുടെ കാലക്കേടുകൊണ്ടോ എന്തോ ഒരാപത്ത് നമ്മുടെ രാമൻ നായർക്ക് വന്ന് പിടിപെട്ടു. അയാൾ പ്രവർത്തിച്ചിരുന്ന കമ്പനിയിലുണ്ടായ ഒരു പണാപഹരണ കേസിൽ രാമൻ നായരും പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നു. വൈകാതെ തന്നെ രാമൻ നായരെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വാക്കുകൊണ്ടുള്ള വിചാരണയ്ക്ക് ശേഷം ഊക്കുകൊണ്ടുള്ള വിചാരണയ്ക്കായി രാമൻ നായരെ ലോക്കപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോക്കപ്പിലെ ക്രൂരമായ മർദ്ദനമേറ്റ് വിഷമിച്ചിരിക്കുമ്പോൾ രാമൻ നായർ തൻ്റെ സുഹൃത്തായ ഇക്കണ്ടൻ നായരുടെ സഹായം ഒന്നുമാത്രം പ്രതീക്ഷിച്ചു. ഇക്കണ്ടൻ നായരെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഇടത്തെ കയ്യിൽ ബെൽറ്റ് തൂക്കിയിട്ടുകൊണ്ട് ഇക്കണ്ടൻ നായർ ലോക്കപ്പിലേക്ക് കടന്നു വന്നു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ എതിരേൽക്കുവാൻ ഒരുങ്ങുമ്പോഴേക്കും അതാ ഇക്കണ്ടൻ നായർ കടന്നു വന്ന് രാമൻ നായരുടെ മുഖത്തും ചെകിടത്തും നല്ല കണക്കിൽ 5 അടി കൊടുത്തു. ഇക്കണ്ടൻ നായർ മുഖത്താണ് അടിച്ചതെങ്കിലും രാമൻ നായരുടെ മനസ്സിലായിരുന്നു ആ അടി കൊണ്ടത്. കുറെ കഴിഞ്ഞപ്പോൾ ഇക്കണ്ടൻ നായരുടെ ഭാവം മാറി. അയാൾ സൗഹൃദത്തോടെ സംസാരിക്കാൻ വന്നപ്പോൾ ഞാനാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നെ തല്ലിയത് എന്ന് രാമൻ നായർ സങ്കടത്തോടെ ചോദിച്ചു. അതിന് ഇക്കണ്ടൻ നായർ നൽകിയ മറുപടി ഇതായിരുന്നു: ഈ ചുവന്ന തൊപ്പി തലയിൽ കയറിയാൽ ഞങ്ങൾക്ക് ഒരു തരം ഭ്രാന്താണ്. മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അച്ഛനായാലും ഒരു അടി കൊടുക്കാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് മനസ്സുവരില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം 2.5 കൊല്ലം പിന്നെയും കഴിഞ്ഞു. 2.5 കൊല്ലത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം രാമൻ നായർ അന്നും അതേ സ്ഥലത്ത് തന്നെ അതേ ഉദ്യോഗത്തിൽ അതേ നിലയിലായി ഉണ്ടായിരുന്നു. ഒരു ദിവസം കത്തുന്ന വെയിലിൽ കഠിനമായ ട്രാഫിക് ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിതനായി മടങ്ങുകയായിരുന്ന ഇക്കണ്ടൻ നായരെ രാമൻ നായർ കണ്ടുമുട്ടി. അയാൾ ഇക്കണ്ടൻ നായരെ സ്നേഹത്തോടെ തൻ്റെ വീട്ടിലേക്ക് ചായ കുടിക്കാനായി ക്ഷണിച്ചു. അതിഥിയായി വീട്ടിലെത്തിയ ഇക്കണ്ടൻ നായരെ രാമൻ നായർ നന്നായി സത്കരിച്ചു. അയാൾ ചായയും പലഹാരങ്ങളുമൊക്കെ മേശമേൽ നിരത്തിവെച്ചു. കടുത്ത ചൂട് കാരണം ഇക്കണ്ടൻ നായർ തൻ്റെ ബെൽറ്റും തലയിലെ ആ ചുവന്ന പോലീസ് തൊപ്പിയും അഴിച്ച് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ചായയും പലഹാരങ്ങളും ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ഈ സമയം രാമൻ നായരാകട്ടെ തമാശയ്ക്കു വേണ്ടി ഇക്കണ്ടൻ നായർ ബെൽറ്റിൻ്റെ നടുവിൽ വെച്ചിരുന്ന ആ ചുവന്ന തലക്കെട്ടെടുത്ത് ചിരിച്ചുകൊണ്ട് തലയിൽ വെച്ചു നോക്കി. പെട്ടെന്ന് എന്തൊരത്ഭുതം! രാമൻ നായരുടെ മുഖം കറുക്കുവാൻ തുടങ്ങി. ഭാവം മാറി. ശാന്തരസം രൗദ്രമായി പകർന്നു. എന്തിനധികം പറയുന്നു, രാമൻ നായർ എഴുന്നേറ്റ് ചായ ഗ്ലാസ്സിലുള്ള അടിച്ച ചായ മോന്തിക്കൊണ്ടിരുന്ന ഇക്കണ്ടൻ നായരുടെ മുഖത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ഉടനെ തന്നെ രാമൻ നായർ പരിഭ്രമിച്ച് തൊപ്പി താഴെ എടുത്തു വെക്കുകയും ചെയ്തു. തൊപ്പിയെ ഭയത്തോടെ നോക്കിക്കൊണ്ട് രാമൻ നായർ പറഞ്ഞു: അന്ന് ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ് ഇക്കണ്ടൻ നായരെ. എന്നോട് ക്ഷമിക്കണം. ഇത് വല്ലാത്തൊരു തൊപ്പി തന്നെയാണ്. അതേ കൂട്ടുകാരെ, നിങ്ങളും കണ്ടല്ലോ അധികാരത്തിൻ്റെ തൊപ്പി എങ്ങനെയാണ് മനുഷ്യനെ മാറ്റുന്നതെന്ന്.